ഹലോ, വെൽക്കം ബാക്ക് ടു അതൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിങ്ങപ്പുറത്താണുള്ളത്. വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഇരിങ്ങപ്പുറത്ത് ഇന്നലെ വന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നൊന്ന് നമുക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോവാ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ നാളായി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കണു. ഡാൻഡ്രഫാണ് തലയിൽ നിറയെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അപർണയുണ്ട്, പിന്നെ നമ്മുടെ നന്ദകൃഷ്ണയുണ്ട്, അതായത് രണ്ട് അമ്മൂസും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരാദ്യം അഗി അമ്മൂനെയൊക്കെ കൂട്ടി വന്നു. ഇനി ഞങ്ങൾ ഒരുമിച്ച് പോവും. ദിസ് ഇസ് എ ഗേൾസ് ഡേറ്റ്, സലൂൺ ഡേറ്റ് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതാ 3 ആളും കൂടി ഇറങ്ങി. ലുട്ടു അഗിയുടെ കൂടെ കോട്ടപ്പടിയിലേക്ക് പോയി. അവിടെ പിള്ളേരൊക്കെ അവന് വേണ്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അവിടെ പിള്ളേരനൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ ഇതാ ഞാനാണ് പോകുമ്പോഴത്തെ സാരഥി. അങ്ങനെ ഞങ്ങൾ 3 ആളും റെഡിയായി ഞങ്ങളുടെ സാഹസിക യാത്ര, ഞങ്ങളുടെ സലൂൺ ഡേറ്റിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. വളരെ സാഹസികമായി എത്തി. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ MG റോഡിലുള്ള നാച്ചുറൽസിലാണ്. നമ്മൾ ഇന്നലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു രാവിലെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയുടെ കൂടെയൊക്കെ 10 മണിയുടെ കൂടെയൊക്കെ എത്തിയിട്ടാ. ശരിക്കും ഞങ്ങൾ 3 പേരും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് പ്ലാൻ മാറി. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, പാർലറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അവരുടെ പ്ലാൻ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് മാത്രം തന്നെയായിരുന്നു. എൻ്റെ പ്ലാനാണ് മാറിയത്. ഞാനൊരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഫ്രീസിയാണ്. എപ്പോഴും അത് എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഫ്രീസിയാണ്. അപ്പം ഞാനെന്നാൽ അതൊന്ന് ഒരു ടെക്സ്ചർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ബോട്ടോക്സ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? എന്തായാലും വന്നത് ലുക്ക് മാറും. നേരത്തെ ഞാൻ കണ്ടു പിന്നെ കണ്ട് യൂസ്ഡ് ആയ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പഴയ പോലെ ആകുമ്പോഴാവും പിന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കൊടുത്തു. ഇതുവരെയായിട്ടും എൻ്റെ ഹെയറിനൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയൊന്നും നടത്തി, ഹെയർ കട്ട് ചെയ്യും എന്നല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷനും അങ്ങനെ നടത്തിയിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഫൈനൽ ലുക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ കാണാത്ത എന്നെ ഒന്ന് കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സിൽക്കി മുടിയായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക്, എൻ്റെയൊക്കെ മുന്നത്തെ മുടി എപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടാലും അത് ഞാൻ വിചാരിക്കുന്ന ലെവലിലൊന്നും കിടക്കില്ല. ഒന്നെങ്കിൽ അങ്ങനെ മുകളിലേക്കും താഴ്ത്തി ഒരു ഭംഗിയായിട്ട് കിടക്കില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അത് ചെയ്ത് വന്നപ്പോൾ സീരിയസ്ലി ഞാനിങ്ങനെ സ്വപ്നം കണ്ട കിനാശ്ശേരി ഇങ്ങനെ മുമ്പിൽ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ എന്ന് വെച്ചാൽ എന്നെ ഇത്രയും കാലം കണ്ട് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഒരു കോലം കണ്ട വിചാരിക്കും എന്തപ്പോൾ ഇത് തോന്നും. എൻ്റെ ഗ്രേ ഹെയർസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഞാനത് മനഃപൂർവ്വം കളയണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനിയൊരു കളറിങ് കൂടിയും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതവിടെ നിന്നോട്ടെ, ഗ്രേ ഹെയർസ് അല്ലേ, അത് ചിലപ്പോൾ ഒരു ഭംഗിയായിരിക്കും. അതങ്ങനെ നിന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ലാസ്റ്റ് വന്ന് ചെയ്തപ്പോൾ മുടി ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ മുടി അങ്ങോട്ട് നീക്കണ സമയത്ത് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരണം എന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവരതുപോലെയൊക്കെ ചെയ്ത് തന്നു. എൻ്റെ ഹെയറും എൻ്റെ മുഖം തന്നെ എന്തോ ഒരു മാറ്റമായിട്ട് തോന്നി. ഇതുവരെ ആയിട്ടും കാണാത്ത എന്നെ ഒന്ന് കണ്ടു നോക്കൂ, എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കണ്ട പോലെ തന്നെ, ഞാൻ വിചാരിച്ച പോലെ തന്നെ
എൻ്റെ ഹെയറും ഒക്കെ വന്നു. അങ്ങനെ വന്ന കോലത്ത് വന്നപ്പോൾ എന്താ പറയുക, രാക്ഷസികളെ പോലെ വന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല പരിഷ്കാരികളായിട്ട് കണ്ടു. 2 പരിഷ്കാരികൾ മുന്നിൽ നടന്നു പോകുന്നു, പിന്നെ ഞാൻ പിന്നിൽ നടന്നു വരുന്നു. ഞങ്ങൾ നേരെ പോയത് ശോഭയിലേക്കാണ്, ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും അന്വേഷിച്ച് പോയില്ല. ശോഭയാകുമ്പോൾ പറിക്കാനും സ്ഥലം കിട്ടും. അങ്ങനെ ശോഭയിലേക്ക് പോയി 2 ബർഗറും പിzzയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. കാരണം ഞങ്ങൾ പരിഷ്കാരികളാണല്ലോ, ഞങ്ങൾ ഇനി ആ പരിഷ്കാരമുള്ള ഫുഡുകൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ബർഗറും പിzzയൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഓർഡർ ചെയ്ത് കുറേ ഷോ ഒക്കെ കാണിച്ചു. മുടി അങ്ങോട്ടാക്കുന്നു, മുടി ഇങ്ങോട്ടാക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എന്താ പറയുക, 4 ആളെ കാണിക്കണം. ഞങ്ങൾ മുടി വെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കണ്ട എന്നെ എങ്ങനെയുണ്ട്? ഈ ഒരു ഷോ ഇനി കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അതായത് ഒരാഴ്ചയോളം എന്തായാലും ഈ ഷോ ഉണ്ടാവും. എല്ലാവരും പരിഷ്കാരികൾ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നല്ല തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിzzയും ബർഗറും ഒക്കെ വന്നു. ഏതാ ഫ്ലേവേഴ്സ് കുടിച്ചു നോക്കി അറിയണ്ടില്ല. ചിക്കൻ അല്ലേ പറഞ്ഞേ? അവിടുന്ന് ഞങ്ങൾ നേരെ സുഡിയോയിലേക്ക് പോയി. സാധനങ്ങളൊന്നും വാങ്ങാനുള്ള ഉദ്ദേശത്തിലല്ല പോയത്, ചുമ്മാ ശോഭയിൽ വന്നതല്ലേ, ഇവിടേക്ക് ഒന്ന് കയറണല്ലോ എന്ന് വിചാരിച്ച് സുഡിയോയിലേക്ക് കയറി. പക്ഷേ വന്നപ്പോൾ വിചാരിച്ചു ഒരു ചെരുപ്പ് വാങ്ങാമെന്ന്. അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങി, ഒരു ഷീറ്റ് മാസ്ക് വാങ്ങി. അങ്ങനെ പിന്നെന്താ ഇവിടേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറയണ എന്നോട് ഒന്നും എടുക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വന്നാൽ എനിക്ക് കണ്ടാൽ എടുക്കും. അവസാനം 2 ഷീറ്റ് മാസ്കും 2 ചെരുപ്പും വാങ്ങി. സുഡിയോ എന്നുള്ള ആ ഒരു പ്രഹസനം അവസാനിപ്പിച്ചു. വേഗം സുഡിയോയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല. നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. മുടിയൊക്കെ ശരിയാക്കിയതല്ലേ, ഇനി അത് കുറച്ച് കാലം സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞ ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ പ്രഹസനം എല്ലാം അതൊക്കെ അതിനനുസരിച്ച് തന്നെ വാങ്ങി. ഇനി ഇതൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് നടക്കലാണ്, അതാണ് ഏറ്റവും വലിയ പണി. അതൊക്കെ നടക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങി എന്തായാലും. പിന്നെ ഞങ്ങൾ നേരെ ശോഭയുടെ ബാക്കിലുള്ള ഒരു ഫോട്ടോസ് എടുക്കാനും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അവിടെ ആ ഒരു തടാകം, അവിടേക്ക് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല വെയിലായിരുന്നു. ഈ വിചാരിച്ചത്ര ഫോട്ടോസ് എടുക്കാനുള്ള സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നാലും കുറച്ച് നേരം അവിടെ പോയി. അവിടെ ശോഭയിൽ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞു. പക്ഷേ ഇന്നുകൂടെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാൻ പോയി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ചു പോവായി. ഇനി അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, വീട്ടിലെത്തണം, കുടുംബത്ത് കയറണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് എക്സിബിഷൻ അവിടെ ഒക്കെ ഒന്ന് കയറി നോക്കി. പക്ഷേ നമ്മളുടെ ഇന്നത്തെ സെൽഫ് ഫാബ്രിക് ഡേ ഈസ് ഗോയിങ് ടു എൻഡ്. അപ്പൊ നമ്മുടെ തിരിച്ചു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന അമ്മോണ്ട് നമ്മൾ നോക്കിക്കോളൂ. അപ്പൊ നെക്സ്റ്റ് ഒരു അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.